ഏതാണ്ട് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് യുഎയിലെ പ്രവാസികൾക്കിടയിൽ റംദാൻ മാസത്തിന്റെ പുണ്യം കുളിർമയുള്ള ശൈത്യകാലത്തോടൊപ്പം കടന്നു വരുന്നത്. പൊള്ളുന്ന ചൂടിൽ നിന്ന് ആശ്വാസം പകരുന്ന ഈ കാലാവസ്ഥ നോമ്പനുഷ്ഠാനം എളുപ്പമാക്കുമെങ്കിലും ആരോഗ്യപരമായ വെല്ലുവിളികൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. താപനിലയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യതിയാനം പകർച്ചവ്യാധികൾക്കും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആത്മീയ ശുദ്ധി നിലനിർത്തുന്നതിനൊപ്പം ശാരീരിക ക്ഷമത കാത്തുസൂക്ഷിക്കാനും പ്രത്യേക മുൻകരുതലുകൾ അനിവാര്യമാണ്. പ്രവാസികൾ തങ്ങളുടെ ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും വരുത്തേണ്ട ചില പ്രധാന മാറ്റങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം യുഎഇയിൽ വീണ്ടും റംദാൻ മാസം ശൈത്യകാലത്ത് എത്തിയിരിക്കുകയാണ്. അതിനാൽ പ്രവാസികൾ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. തണുപ്പുള്ള കാലാവസ്ഥയിൽ നോമ്പെടുക്കുന്നത് നല്ലതാണെങ്കിലും ഈ സീസണിൽ പനി, ജലദോഷം, ശ്വാസകോശ അണുബാധകൾ എന്നിവ പടരാൻ സാധ്യതയുള്ളതിനാൽ അതീവ ശ്രദ്ധ പുലർത്തണം. ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ ഇഫ്താർ, സുഹൂർ സമയങ്ങളിൽ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. കൂടാതെ ഓറഞ്ച്, നാരങ്ങ തുടങ്ങിയ സിട്രസ് പഴങ്ങൾ, കുരുമുളക് എന്നിവ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. ഓരോ ദിവസങ്ങളിലും മുട്ട, മത്സ്യം, പയറുവർഗ്ഗങ്ങൾ, പരിപ്പുകൾ എന്നിവ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നത് അണുബാധകളെ തടയാൻ സഹായിക്കും. തണുപ്പുള്ള കാലാവസ്ഥയായതിനാൽ പലപ്പോഴും ദാഹം അനുഭവപ്പെടാറില്ല. എന്നാൽ ഇത് ശരീരത്തിൽ ജലാംശം കുറയാൻ കാരണമാവുകയും ചെയ്യും. നോമ്പ് തുറന്നാൽ ധാരാളം വെള്ളം കുടിക്കണമെന്നും ജലാംശമടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും കഴിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇഫ്താറിനും സുഹൂറിനും ഇടയിൽ ചുരുങ്ങിയത് 8 മുതൽ 10 കപ്പ് വെള്ളം വരെ കുടിക്കുന്നുണ്ടെന്ന് ഓരോ ആളും നിർബന്ധമായും ഉറപ്പുവരുത്തണം. ഒന്നിച്ചു കുടിക്കുന്നതിന് പകരം കൃത്യമായ ഇടവേളകൾ വെച്ച് വെള്ളം കുടിക്കുക. ദാഹം വർദ്ധിപ്പിക്കുന്ന പഞ്ചസാര അടങ്ങിയ പാനീയങ്ങളും കഫീനും, ചായ, കാപ്പി എന്നിവ ഈ സമയങ്ങളിൽ കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. ഈ സമയങ്ങളിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉറക്കമില്ലായ്മ പ്രതിരോധശേഷി കുറയ്ക്കുമെന്ന കാര്യം നിർബന്ധമായും അറിഞ്ഞിരിക്കണം. രാത്രിയിലെ ഉറക്കവും ഇടവേളകളിലെ വിശ്രമവും ചേർത്ത് ഒരു ദിവസം പരമാവധി 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രദ്ധിക്കണം. മഞ്ഞുകാലം ആയതിനാൽ തന്നെ വ്യക്തി ശുചിത്വം നിർബന്ധമാണ്. കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകുകയോ സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകുകയോ ഒക്കെ ചെയ്യണം. കൂടാതെ ഇത് ശീലമാക്കുന്നത് വഴി പകർച്ചവ്യാധികൾ പടരുന്നത് കുറയ്ക്കാൻ സഹായിക്കും. ഇഫ്താറിന് ശേഷം ലഘുവായ നടത്തമോ വ്യായാമമോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ഉന്മേഷം നിലനിർത്താനും സഹായിക്കും. ശൈത്യകാലത്തെ പുണ്യമാസത്തിൽ ഓരോ പ്രവാസികളും ആരോഗ്യവാന്മാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആത്മീയമായ നിറവിനൊപ്പം ശാരീരികമായ ഉന്മേഷവും ചേരുമ്പോഴാണ് റംദാൻ പൂർണ്ണമാകുന്നത്. ശൈത്യകാലത്തിന്റെ കുളിർമയിൽ നോമ്പെടുക്കുമ്പോൾ ദാഹം അനുഭവപ്പെടില്ലെങ്കിലും ശരീരം ആവശ്യപ്പെടുന്ന വെള്ളവും പോഷകങ്ങളും കൃത്യമായി നൽകാൻ ഓരോ പ്രവാസിയും ശ്രദ്ധിക്കണം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ലളിതമായ ശീലങ്ങളും കൃത്യമായ വിശ്രമവും പാലിച്ചാൽ സീസണിലെ അസുഖങ്ങളെ ഒരു പരിധിവരെയൊക്കെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. തിരക്ക് പിടിച്ച പ്രവാസ ജീവിതത്തിനിടയിലും സ്വന്തം ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നത് വരാനിരിക്കുന്ന പെരുന്നാൾ ആഘോഷങ്ങളെ കൂടുതൽ സന്തോഷകരമാക്കും. അതുകൊണ്ട് ഈ പുണ്യമാസത്തിൽ കരുതലോടുള്ള ഓരോ ചുവടും ആരോഗ്യകരമായ നാളെയുടെ തുടക്കമാകട്ടെ.